ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നാളെ വരാനിരിക്കുന്നത് നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ നമ്മുടെ സുധിയുടെയും നമ്മുടെ നിധിയുടെയും സുധീഷിൻ്റെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടാലോ. അങ്ങനെ സാന്ദ്ര വന്നു പോയതോടുകൂടി എല്ലാവർക്കും ഒരു ഡൗൺ ആയിപ്പോയി. കാര്യം നമ്മുടെ നികേഷും പറഞ്ഞു, നിധിയേട്ടത്തിയുടെ വീട് സാന്ദ്ര എന്ന് പറഞ്ഞാൽ ആ ചേച്ചിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം നിധിയേട്ടത്തി വളർന്ന സാഹചര്യം അത്രയ്ക്കും വലിയ വീടൊക്കെയാണ്. കാര്യം ഞാൻ പോയതാ ചേട്ടാ, എന്ത് വലിയ വീട്, കൊട്ടാരം പോലെയുള്ളൊരു വീടാണ്. വീട്ടിലൊക്കെ വളർന്ന നിധിയേട്ടത്തി നമ്മുടെ ഈ ഒരു വീട്ടിൽ വന്ന് കാലിത്തൊഴുത്ത് പോലെയുള്ള ഈ വീട്ടിൽ വന്ന് ഇത്രയും അഡ്ജസ്റ്റ് ചെയ്യുന്നത് ശരിക്കും സമ്മതിക്കണം എന്ന് തന്നെ പറയണം. അപ്പോൾ സുധീഷും പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളതല്ലേ, എനിക്കറിയാത്തല്ലല്ലോടാ, അത്രയും വലിയ വീട്ടിൽ വന്നിട്ടും നമ്മുടെ നിധി ആ ഒരു രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് ഒരു വലിയ കാര്യം തന്നെ. അപ്പോൾ സുഭാഷും പറഞ്ഞു നമ്മൾ ഇത്രയും നാളും ആ ഒരു കാര്യമൊന്നും ചിന്തിച്ചില്ല. കാര്യം നിധിയുടെ ആവശ്യങ്ങൾ എന്താണെന്നോ അങ്ങനെയൊന്നും നമ്മൾ ഇതുവരെ ചിന്തിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് എല്ലാവരും അന്ന് കിടക്കുകയാണ്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റിട്ട് പല്ലേക്കാനായിട്ട് പുറത്ത് പോവുകയാണ്. അപ്പോൾ സുധീഷ് പേസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആ പേസ്റ്റിലാണെങ്കിൽ നെക്കി അതിൽ ഇനി വരാനായിട്ട് ഒട്ടും തന്നെയില്ല, അത്രയ്ക്ക് തീർന്നിരിക്കണം. അപ്പോൾ ഇതെന്താ സുഭാഷ് ചേട്ടാ, പേസ്റ്റ് തീർന്നെങ്കിൽ വാങ്ങാൻ പാടില്ലായിരുന്നോ, ഇത് എത്ര ഒരാഴ്ചയായിട്ട് ഇതിൽ ഇങ്ങനെ നെക്കി കളിക്കണല്ലോ, ഇനിയും 2 ദിവസം തേക്കാനുള്ള പേസ്റ്റ് അതിലുണ്ടെന്നും പറഞ്ഞിട്ട് സുഭാഷ് അതിൽ നിൽക്കണം. അപ്പോഴേക്കും സുധീഷ് ആ പേസ്റ്റ് എടുത്ത് ഒരൊറ്റ പിന്നെ ഇതിൽ നിൽക്കാനിരിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് കിടന്ന് ഒറ്റ എടുക്കണം. എന്നിട്ട് സുധീഷ് പറയുന്നുണ്ട് ഇവിടെ മൊത്തത്തിലൊരു മാറ്റം വരുത്തണം. അപ്പോൾ സുഭാഷ് ചോദിക്കും എന്ത് മാറ്റം? അതെ, നമുക്ക് ഇന്നലെ ആ സാന്ദ്രേട്ടത്തി ഇവിടെ ഒന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിധിയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണമായിരുന്നു അല്ലേ സുഭാഷ് ചേട്ടാ. അപ്പോൾ പറഞ്ഞു നമുക്കിവിടെ ഒരു ബാത്റൂം പണിതാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം സുഭാഷ് ചോദിച്ചു കാര്യമൊക്കെ നല്ല ഐഡിയ ഒക്കെ തന്നെയാണ്, പക്ഷേ എങ്ങനെയാടാ അത് സുഭാഷ് ചേട്ടൻ പണിയില്ലേ, അപ്പോൾ പണിത മാത്രം മതിയോ? ഇപ്പോൾ ഒരു ബാത്റൂമൊക്കെ പണിയണമെങ്കിൽ അത്യാവശ്യം നല്ല കാശും കാര്യങ്ങളൊക്കെ വേണം, അതൊക്കെ നമുക്ക് റെഡിയാക്കാമെന്ന് സുധീഷ് പറഞ്ഞു. അപ്പോൾ ഹരീഷും വന്നു കേട്ടോ. ഹരീഷ് പറഞ്ഞു അതെ, തുടക്കത്തിൽ ഇയാൾ ഇതുപോലെയൊക്കെ നമുക്ക് താങ്ങൊക്കെ തരും, പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ സുഭാഷ് ചേട്ടൻ്റെ തലയിലിട്ടിട്ട് പോവുകയും ചെയ്യും. പുള്ളിയുടെ സ്വഭാവം അറിയാലോ. ഓഹോ, അപ്പോൾ സുധീഷ് പറയും അങ്ങനെ ഞാൻ എന്തുവാടാ, ഞാൻ ഈ വീട്ടിലേക്ക് വേണ്ടിയിട്ട് എന്നും മുടക്കിയിട്ടില്ലേടാ. അപ്പോൾ ഹരീഷ് പറയും പിന്നെ എന്തോരം മുടക്കിയിരിക്കണം, താൻ ഈ വീട്ടിലേക്ക് വേണ്ടി മുടക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു പറഞ്ഞുകൊണ്ട് ഹരീഷും സുധീഷും കൂടെ അങ്ങ് തുടങ്ങുകയാണ് അടുത്തൊരു വഴക്ക്. അവസാനം നികേഷ് പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കാവോ, ഒന്ന് സമാധാനം തരാവോ രണ്ടും എന്ന് പറഞ്ഞ് നികേഷ് ഒച്ചയെടുക്കാൻ കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ച അവസാനം സുഭാഷ് രണ്ടുപേരെയും മാറ്റി നിർത്തിയിട്ട് സുഭാഷ് പറയും അതെ, കാര്യം നല്ല കാര്യമൊക്കെയാണ്, പക്ഷെ നീ വിചാരിക്കും പോലെയല്ല, അത്യാവശ്യം പൈസ വേണം. കാര്യം നിധിക്ക് നമ്മൾ ഇത്രയും നാളിൻ്റെ ഇടയിലും നിധിയുടെ ആവശ്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതുമില്ല. ആ കുട്ടി അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയൊരു സ്വഭാവമുള്ളൊരു കുട്ടിയാണ്. ഇന്നലെ അവർ ഏട്ടത്തിൽ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു സീരിയസ്നെസ് മനസ്സിലായത്. അങ്ങനെ ഒടുവിൽ നമ്മുടെ സുധീഷ് പറഞ്ഞു പൈസ എത്രയാണെങ്കിലും ഞാൻ മുടക്കിക്കോളാം സുഭാഷ് ചേട്ടാ, ഞാൻ എന്തായാലും ഇത് ബാത്റൂം ഒരെണ്ണം വെളിയിൽ പണിയാൻ തന്നെ തീരുമാനിച്ചു എന്ന് സുധീഷ് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എടാ നീ വിചാരിക്കും പോലെയല്ല, ഒരു കാര്യം ചെയ്ത് സുഭാഷ് ചേട്ടൻ മേസ്തിരിയല്ലേ, സുഭാഷ് ചേട്ടൻ അറിയായിരിക്കുമല്ലോ ഏകദേശം എത്ര രൂപ കണക്ക് വരുമെന്നൊക്കെ. അപ്പം നമ്മുടെ സുഭാഷ് ചെന്നിട്ട് ബാക്കിൽ അവർ ആ ബാത്റൂം പണിയാനായിട്ടിരിക്കുന്ന സ്ഥലത്ത് ഒക്കെ എല്ലാം അളന്നും കാര്യങ്ങളൊക്കെ നോക്കി തിട്ടപ്പെടുത്തിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് സുഭാഷ് പറഞ്ഞു ഏകദേശം എല്ലാ പണിയും കൂടെ ആയിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 1 lakh അടുപ്പിച്ച് വരുമെന്ന് പറഞ്ഞു. 1,00,000 രൂപയോ? അപ്പോൾ തന്നെ ഹരീഷ് പറഞ്ഞു കണ്ടോ, അത് കേട്ടപ്പോൾ തന്നെ ഇതേ പുള്ളിയുടെ കണ്ണ് തള്ളിയിട്ടുണ്ട്. അല്ല സുഭാഷ് ചേട്ടാ, ഈ 1,00,000 രൂപ എന്ന് പറയുമ്പോൾ സുഭാഷ് ചേട്ടൻ്റെ പണിക്കാശൊന്നും കൂട്ടണ്ട. എടാ ഇനി എൻ്റെ പണിക്കാശ് ആരാ കൂട്ടണേ? 2-3 പേരെ വിളിക്കുമ്പോൾ അവരെ പണിക്കാശും മറ്റുമൊക്കെ കൊടുക്കണ്ടേ. പിന്നെ ടൈല്, പ്ലംബിങ്, വയറിങ് ഇതൊക്കെയായി വരുമ്പോൾ അത്യാവശ്യം പൈസ ആവൂടാ. എന്നാലും 1,00,000 രൂപ ആവോ സുഭാഷ് ചേട്ടാ? ഇങ്ങനെ സുധീഷ് ചോദിക്കുകയാണ്. എടാ ആവോടാന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ നികേഷ് ഓടി അകത്ത് പോവേണം കേട്ടോ, പൈസക്കാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക്. അപ്പോൾ നികേഷ് പോയിട്ട് നികേഷിൻ്റെ കുടുക്ക പൊട്ടിച്ചിട്ട് അതിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, എല്ലാം കൂടെ ഒരു 10,000-4,000 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നിട്ട് പറയണം അതെ, എൻ്റെ കണക്കായിട്ട് എന്നെ തുടക്കം ഈ പൈസ ഇരുന്നോട്ടെ, ഇതെവിടെ നടാൻ നിനക്ക് പൈസ 10,000-4,000 രൂപയേ ഉള്ളൂ, എന്നാലും എൻ്റെ കണക്കായിട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ടത്. സുഭാഷ് ചേട്ടൻ അപ്പോൾ സാധനം മേടിക്കാനൊക്കെ എൻ്റെ കയ്യിൽ ക്യാഷ് തരുമ്പോൾ ബാലൻസ് വരുന്ന പൈസ
ഞാൻ കൊണ്ടുവന്ന് കുടുക്കയിലിടുക, നീ ആ പൈസ കൊണ്ട് തിരിച്ചു വെച്ചതെന്ന് പറഞ്ഞ് സുഭാഷ് ഒച്ചയെടുക്കും കേട്ടോ. ഹരീഷും സുധീഷും ഒക്കെ വഴക്ക് പറഞ്ഞു. മോനെ നീ അതാ അവിടെ കൊണ്ട് വെക്കുക, വേണ്ട, ഇതൊരു ആവശ്യം വരുമ്പോഴല്ലേ പൈസ, അപ്പോൾ ഒരു ചെറിയ കാര്യത്തിനാണെങ്കിലും ഈ പൈസ ഉപയോഗിക്കാമല്ലോ, എന്തായാലും ഇതിലേക്ക് ഉപയോഗിക്കുമെന്ന് പറയണം. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, മോനെ ഞങ്ങൾ മൂന്നരും കൂടെ അത് ഈക്വലാക്കി എടുത്ത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷെയർ ചെയ്തോളാം, മോൻ്റെ പൈസ കൊണ്ട് അവിടെ വെക്കുന്നത് പറഞ്ഞ് നികേഷിൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ നികേഷ് കേൾക്കൊന്നുമില്ല കേട്ടോ. ഇതേ സമയം നമ്മുടെ നിധി അവിടെ നിന്ന് നോക്കുകയാണ്. രാവിലെ മുതൽ 4 പേരും കൂടെ ഭയങ്കര ചർച്ചയാണ്. എന്താണെന്നറിയില്ലല്ലോ, ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ നിധി അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങോട്ട് ചെന്നപ്പോൾ നിധി നോക്കിയപ്പം ആ ബാക്ക് സൈഡിൽ പൈപ്പിൻ്റെ എവിടെയായിട്ടൊക്കെ എന്തൊക്കെ വരച്ചൊക്കെ ഇങ്ങനെ റെഡിയാക്കിയൊക്കെ ഇട്ടേക്കാണ്. അപ്പം നിധി ചോദിച്ചു, അല്ല രാവിലെ മുതലേ എന്തൊക്കെയോ എന്നെ ഒളിച്ച് ഇവിടെ പല പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്, എന്താണ്? അപ്പം അവരാരും ഒന്നുമില്ലാന്ന് ഇങ്ങനെ സുധീഷ് പറയും. ഇല്ല, എന്തോ പരിപാടി ഉണ്ട്, എന്താണെങ്കിലും എന്നോട് ഇങ്ങനെ പറയണം. അപ്പം സുഭാഷ് പറയും, അതൊന്നുമില്ല മോളെ, ഒരു ബാത്റൂം പണിയുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു. ബാത്റൂമോ? ഇപ്പം എന്തിനാ ബാത്റൂം? നമുക്ക് ബാത്റൂം ഉണ്ടല്ലോ. അതല്ല, മോക്കായിട്ടൊരു ബാത്റൂം വേണം അല്ലേ, പെണ്ണുങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ ഒരു ബാത്റൂം യൂസ് ചെയ്യുമ്പോൾ അത് അത്ര സുഖമല്ല. ഓ, എനിക്ക് മനസ്സിലായി, ഇന്നലെ സാന്ദ്രയേട്ടത്തി വന്ന് പോയി പിന്നെ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായല്ലേ, അത് സാരമില്ലെന്നേ, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇപ്പോൾ സുഭാഷ് ചേട്ടാ, പിന്നെ എന്താണ്, അങ്ങനെയല്ലേ, എന്തായാലും ഇത് പണ്ടേ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന കാര്യമോളെ, പിന്നെ ചില കാരണങ്ങൾ കൊണ്ട് മാറിയും തിരിഞ്ഞും പോയി എന്നുള്ളതേ ഉള്ളൂ എന്നത് മാത്രം. അപ്പോൾ അകത്ത് പണിയാൻ പറ്റില്ല, അപ്പോൾ ഇവിടെ പുറത്താവുമ്പോഴത്തേക്ക് പൈപ്പ് ഉണ്ട്, പിന്നെ അതിന് വേണ്ടിയിട്ട് ഇനി ഒരുപാട് പ്ലംബിങ് കണക്ഷനൊന്നും എടുക്കേണ്ടി വരില്ല, അപ്പോൾ എന്തുകൊണ്ട് ഒരു ബാത്റൂം പണിയണതല്ലേ നല്ലതെന്ന് പറയാം. അപ്പം നിധി പറഞ്ഞു, ഇപ്പം പൈസയൊന്നും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ ആരും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് നിധി വെച്ചെടുക്കണം. അപ്പം തന്നെ നമ്മുടെ ഹരീഷ് പതുക്കെ, അത് എനിക്കിന്ന് ഒരുപാട് പണിയുണ്ട്, പതുക്കെ എസ്കേപ്പ് ആവണേ. അപ്പോൾ തന്നെ സുഭാഷ് പറഞ്ഞു, അയ്യോ അടുക്കളയിൽ എന്തായോ എന്തോന്ന് പറഞ്ഞ് സുഭാഷും പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പായി. അപ്പോഴേക്കും നികേഷ്, അയ്യോ എൻ്റെ പൈസ സുഭാഷ് എന്നെ കൊടുത്തില്ല. പൈസയോ? അപ്പോൾ നിധി ചോദിക്കും, എന്തിനാ പൈസ? അപ്പോൾ സുധീഷ് പറയും, ബാത്റൂം കെട്ടുന്നതിന് വേണ്ടിയിട്ട് അവൻ സ്വരുക്കൂട്ടി വെച്ച പൈസയാണ്, അപ്പോൾ അത് അവൻ എടുത്തുകൊണ്ട് വന്ന് തന്നതാന്ന് പറയും. എന്തിനാ സുധീഷ് ഇതൊക്കെ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? അപ്പോൾ പറയാം, അല്ല നിധി, പണ്ടേ ഇവിടെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചതാണ്. അപ്പോഴേക്കും നമ്മുടെ സുനന്ദയുടെ അമ്മ അവരൊക്കെ വന്ന് ഓരോ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ വീട്ടിലേക്ക് ഞങ്ങൾ ഒരു പണിയും ചെയ്യാണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ പണ്ടേ നമ്മളൊന്നൊക്കെ മോഡിഫൈ ചെയ്ത് എടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് നിധി ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. ഇതേ സമയം നമ്മുടെ ഹരീഷ് വർക്ക്ഷോപ്പിലോട്ട് പോവാണ്. അപ്പോൾ ചെന്നപ്പോൾ ചന്തു ചോദിച്ചു, ഇതെന്താ ഹരീഷ് ചേട്ടാ ഇന്ന് ഒരുപാട് ലേറ്റ് ആയല്ലോ, വീട്ടിലാരെങ്കിലും എന്തെങ്കിലും തിരക്കായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല വൈകി പോയിടാന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു, ഇവിടെ ആരെങ്കിലും വന്നോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, 2-3 വണ്ടി പണി തീർന്നത് വന്ന് എടുത്തുകൊണ്ട് പോയി, പിന്നെ 1-2 പേര് വണ്ടി കൊണ്ട് തന്നിട്ട് പോയിട്ടുണ്ട്, വൈകിട്ട് വരും എന്ന് പറഞ്ഞു. അല്ലാണ്ട് വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കുകയാണ്. അപ്പോൾ ചന്തു പറഞ്ഞു, ഇല്ല. വീണ്ടും ചോദിക്കണം, വേറെ ആരും വന്നില്ല. അപ്പോൾ ചന്തുവിൻ്റെ കാര്യം മനസ്സിലായി, വേറൊന്നും അല്ല, നമ്മുടെ നീതു വന്നോ ഇല്ലയോ എന്നുള്ള ചോദിക്കണേന്. അപ്പോൾ തന്നെ ചന്തു പറഞ്ഞു, അതെ വളച്ച് കെട്ടൊന്നും വേണ്ട, നീതു വന്നോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ അറിയണം, അത്രയല്ലേ ഉള്ളൂ, പിന്നെ അവൾ വരെ പോയി ചെയ്യണേന് എനിക്കെന്നാ എന്നിങ്ങനെ ചോദിച്ചു. എന്നിട്ട് യഥാർത്ഥത്തിൽ ഹരീഷ് ഉദ്ദേശിച്ചത് നീതു വന്നോ എന്നുള്ളത് അറിയണം, അതായിരുന്നു ഉദ്ദേശം. അപ്പോൾ വന്നില്ല എന്നുള്ളത് മനസ്സിലായി, പറഞ്ഞ് നാവെടുത്ത് അകത്തിട്ടില്ല. അപ്പോഴേക്കും ദേ പോണു നീതു. അപ്പോൾ ഇടക്കണ്ണൊക്കെ ഇട്ട് നോക്കി പതുക്കെ ആൾ പോവാണ്. അപ്പോൾ ഹരീഷും നോക്കാനൊന്നും വലിയ നോട്ടമൊന്നും നോക്കാൻ നിന്നില്ല. എന്നിട്ട് മുന്നോട്ട് പോയിട്ട് പിന്നെ തിരിച്ച് വീണ്ടും വർക്ക്ഷോപ്പിലോട്ട് കയറി വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ നിങ്ങളോട് സൊള്ളാൻ വേണ്ടിയിട്ട് വന്നേന്നല്ല, എനിക്കൊരു കാര്യം പറയണം. എന്ത് കാര്യം? പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതെ എൻ്റെ കല്യാണം ഈ അടുത്ത് തന്നെ ഉണ്ടാവും. ഓഹോ, അതിനിപ്പോൾ ഞാനെന്ത് വേണമെന്ന് ചോദിച്ചു ഹരീഷ്. അപ്പോൾ പറഞ്ഞു, അതെ ഇത്രയും നാളും വീട്ടുകാർ കല്യാണക്കാര്യം പറയുമ്പോൾ ഞാൻ ഗ്രീൻ സിഗ്നൽ കൊടുത്തിട്ടില്ല, ഇനിയിപ്പോൾ ഞാൻ ആരെയും കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടുകാരടുത്ത് പറഞ്ഞു, ഇനി കല്യാണമൊക്കെ നോക്കിക്കോ, എനിക്ക് സമ്മതമെന്ന് പറഞ്ഞു. അങ്ങനെ നാളെ ഒരു ചെറുക്കൻ കൂട്ടർ എന്നെ കാണാൻ വരുന്നുണ്ട്, ഏതോ വലിയ വീട്ടിലെ ചെറുക്കനൊക്കെയാണ്. എന്തായാലും ഞാൻ ഇനി കെട്ടാ ചെറുക്കായിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇവിടെ ആരെ നോക്കിയിരിക്കാനാ, അത്യാവശ്യ സൗന്ദര്യവും വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു പെൺകുട്ടിയല്ലേ ഞാൻ, എന്നെ എല്ലാവരും ഇഷ്ടപ്പെടാണ്ടൊന്നും ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് സ്വയം പറഞ്ഞാൽ മതി എന്ന് ഹരീഷ് പറഞ്ഞു. അല്ല അതിനിപ്പോൾ ഞാൻ എന്ത് വേണം? അപ്പോൾ പറഞ്ഞു, ഒന്നും വേണ്ട, ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, കല്യാണം ഞാൻ വിളിക്കും, വന്ന് സദ്യ കൊണ്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ചന്തു ചോദിക്കും, ശരിക്കും നീതു നിന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ടോ? ആന്നേ, നിന്നെ കല്യാണം ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി ഞാൻ ചുമ്മാ പറയണമെന്നല്ല, ശരിക്കും ഉള്ള കാര്യം തന്നെ എന്നിങ്ങനെ പറഞ്ഞിട്ട് നീതു പതുക്കെ പോവാണ്. അപ്പോൾ ഹരീഷ് പറഞ്ഞു, അല്ല നീ ഇവിടെ പറഞ്ഞ എന്തിനാ? ഇവിടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നും അല്ല, ഇവിടെ പലർക്കും ഒരിതുണ്ട്, ഞാൻ
കെട്ടാച്ചിറക്കായിട്ട് എങ്ങനെ വീട്ടിൽ നിന്ന് പോവും, പ്രേമമൂത്ത് എന്നൊക്കെയുള്ള ഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചേര്. എനിക്ക് നല്ല അന്തസ്സും നല്ല പണക്കാരനായ ചെറുക്കനൊക്കെ എനിക്കും കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ നിന്നെ പണക്കാരനല്ലേ വന്ന് കെട്ടാനിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ് ഹരീഷ് കളിയാക്കാണ്. നീതു അവസാനം 2 ഡയലോഗ് അടിച്ചിട്ട് നീതു അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ചന്തു പറഞ്ഞു, അതെ ഹരീഷ് ചേട്ടാ, അത്ര വലിയ കോമഡി ആയിട്ടൊന്നും എടുക്കണ്ട, ശരിക്കും ഉള്ളതാണെന്ന് തോന്നുന്നു. എന്നിട്ട് നീതു നടന്നങ്ങ് എത്തിയിട്ട് തിരിഞ്ഞ് നോക്കണം കേട്ടോ ഹരീഷിനെ. അപ്പോൾ ഹരീഷിൻ്റെ മുഖത്തൊരു ടെൻഷനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നീതു പറഞ്ഞു, എന്തായാലും ഇപ്രാവശ്യം എറിഞ്ഞത് നന്നായിട്ട് ഏറ്റിട്ടുണ്ട് എന്നിങ്ങനെ നീതു പറയണം. യഥാർത്ഥത്തിൽ ഹരീഷിനെ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് നീതു ശരിക്കും പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഹരീഷിന് ചെറിയ ടെൻഷനൊക്കെ തുടങ്ങുകയാണ്. കാരണം ഇനി അങ്ങനെ നീതുവിൻ്റെ കല്യാണം നടന്നു പോവോ? യഥാർത്ഥത്തിൽ നീതുവിനെ വലിയ ഇഷ്ടമൊക്കെയാണ്. പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് ഹരീഷ് ആ ഇഷ്ടം പ്രകടിപ്പിക്കാണ്ടിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നാളെ വരാനിരിക്കുന്ന നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ ഒന്ന് കേൾക്കുമ്പോൾ തന്നെ ലൈക്കും കൂടെ അടിച്ചുകൊണ്ട് കേൾക്കുക. അതോടൊപ്പം പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ആവുകയാണ് കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും അടുത്ത നമ്മുടെ എപ്പിസോഡ് പ്രൊമോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്